ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട യൂണിക്കോൺ വണ്ടി സ്റ്റാർട്ടിംഗ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് നേർന്നതാണ്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് എൻ്റെ ഹെഡിൻ്റെ വാൽവൊക്കെ ബെൻഡായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. കാർബേറ്റർ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. കാർബേറ്റർ അടക്കം മാറ്റിയതിന് ശേഷമാണ് നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റിയത്. നിലവിൽ കാർബേറ്റർ അസംബ്ലി ഓവർഫ്ലോൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് മാറ്റിയതാണ്. ഇതാണ് നമുക്ക് ഇത് വരുന്നേരുന്ന കാർബേറ്റർ അസംബ്ലി. അതായത് മെയിനായിട്ട് അതിൻ്റെ പ്രോബ്ലം, വണ്ടി ഉപയോഗം കുറവുള്ള വണ്ടിയാണ്. അതായത് ആൾ പുറത്താണ്. അപ്പോൾ വന്ന സമയത്ത് ഇങ്ങനെ ഉപയോഗിക്കാണ്ടിരുന്ന പെട്രോളിനകത്ത് കിടന്ന് മെൽറ്റായിട്ടൊക്കെ ഫുൾ ദ്രവിച്ചൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്തൊക്കെ ഇട്ടു. അതിന് ശേഷം പെട്രോൾ ഓവർഫ്ലോ ആയിട്ട് വീണ്ടും നമ്മളത് പോയി വേറൊരു കാർബേറ്റർ മേടിച്ച് വെച്ചു. കമ്പനി ആയിട്ടല്ല ഇപ്പോൾ വെച്ചേക്കുന്നത്, കമ്പനി ആയിട്ടല്ല, സ്പാക്കോ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ. അത് അങ്ങനെ വെക്കാനുള്ള കാരണം അപ്പോൾ ഒറിജിനൽ വെച്ചിട്ട് കാര്യമില്ല. ഒന്നാമത് വീണ്ടും ഇതേപോലെ തന്നെയാണ് ഉപയോഗം. കുറച്ച് ദിവസം ഉപയോഗിക്കും, വണ്ടി കയറ്റിയേക്കും പോകും. പിന്നെ കമ്പനി ഐറ്റം മേടിച്ച് വെച്ചാലും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പെട്രോൾ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ്. സെയിം കംപ്ലയിൻറ്റ് വീണ്ടും റിപ്പീറ്റ് വരും. കമ്പനി ഐറ്റം മേടിച്ച് വെച്ചാലും നമുക്കൊരു വാറണ്ടി ഗ്യാരണ്ടി ഒന്നും തന്നില്ല. അപ്പോൾ നിലവിൽ ഇതിന് 5500 രൂപയാണ് ഈ ഐറ്റത്തിന് വില വരാം. ഇതിൻ്റെ വരുമ്പോൾ 2700 സംതിങ് വരാം. ഞാൻ നോക്കിയിട്ട് അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നു. കാരണം ഞാൻ ബാക്ക് പിസ്റ്റനുള്ള മോഡലല്ല, ത്രോട്ടിൽ ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ട്യൂണിങ് കാര്യങ്ങൾ ചെയ്യാനും കുറച്ചുകൂടി എളുപ്പമാണ്. പിന്നെ കംപ്ലയിൻറ്റ് എന്തായാലും വരും. അപ്പോൾ ഇതായാലും കംപ്ലയിൻറ്റ് വരും. അപ്പോൾ കമ്പനി ആയിട്ട് മേടിച്ച് വെച്ചാൽ കംപ്ലയിൻറ്റ് വരും എന്നുള്ളത് 100% ഉറപ്പ്. കാരണം നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഇവിടെ ചെയ്ത് വെച്ച് പോയ വണ്ടികൾ വീണ്ടും ഇതേപോലെ കംപ്ലയിൻറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാർബേറ്റർ വെച്ചിട്ട് പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അത്ര കുറച്ച് പൈസയാണ് പോകുന്നുള്ളൂ. 5000 മറ്റേത് 5500 BS3 മോഡലാണ്. 5500 രൂപ അടുത്ത് നമുക്ക് കാർബേറ്റർ അസംബ്ലിക്ക് വില തന്നെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാർബേറ്റർ മേടിക്കുന്ന സമയം കൊണ്ട് 2 കാർബേറ്റർ മാറ്റി വെച്ചാലും നഷ്ടമില്ല. കാരണം സംഭവിക്കാൻ പോകുന്നത് തന്നെയാണ്. നമ്മൾ ഈ പെട്രോൾ തന്നെയാണ് യൂസ് ചെയ്യുക. വീണ്ടും സെയിം കംപ്ലയിൻറ്റ് വീണ്ടും റിപ്പീറ്റ് വരും. പിന്നെ സ്പാക്കോൻ്റെ ഇത് ഉപയോഗിക്കുമ്പോൾ ചില കേസിൽ കസ്റ്റമർ പറയാറുണ്ട് മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ്. അത് കുറേ ഓടി നല്ല ലോങ് ഓടി നല്ല രീതിയിൽ ഹീറ്റ് ആവുന്ന സമയത്ത് ചില മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് പറയേണ്ടത്. അതാണ് ഒരു പോരായ്മയായിട്ട് ഇതിനുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഓൾറെഡി കസ്റ്റമറുടെ അടുത്ത് നമ്മൾ ഇൻഫോം ചെയ്തതാണ്. പെർമിഷൻ കിട്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി ഇത് ചെയ്തതാണ് കേട്ടോ. പിന്നെ അതിനകത്ത് പെട്രോൾ ടാങ്കിനകത്ത് പെട്രോൾ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 2.5 ലിറ്ററോളം പെട്രോൾ ടാങ്കിലുണ്ടായിരുന്നു. അതും പഴക്കം ചെന്ന പെട്രോൾ ആയതുകൊണ്ട് തന്നെ നമ്മളത് ഫുള്ളായിട്ട് ഊറ്റി കളഞ്ഞ് പുതിയ പെട്രോൾ ഒരു 100 രൂപയ്ക്ക് അടിച്ചിട്ടുണ്ട്. പെട്രോൾ ടാപ്പ് അടക്കം കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി നമ്മൾ റീസെറ്റ് ആക്കി. അപ്പോൾ നമ്മൾ ഈ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ തന്നെ പ്രോബ്ലംസ്. നമ്മളിപ്പോൾ വണ്ടി ഓടിക്കാനായിട്ട് നോക്കി കീസെറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് കീസെറ്റ് കംപ്ലയിൻ്റ് ഉണ്ട്. കീസെറ്റ് ഡയറക്റ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് വർക്കാവുള്ളൂ. പിന്നെ ബാറ്ററി കംപ്ലയിൻ്റ് ആണ്. 2019 ബാറ്ററിയാണ്. ബാറ്ററി കംപ്ലയിൻ്റ് ആയി. അപ്പോൾ നമുക്ക് സെൽഫ് ഒന്നും വർക്കിംഗ് ആവില്ല. കൺവെർട്ടർ വെച്ചിട്ട് തൽക്കാലം നമുക്കിപ്പോൾ കുറച്ച് ദിവസത്തെ ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തൽക്കാലം ഉപയോഗിക്കണമെങ്കിൽ കൺവെർട്ടർ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇഗ്നിഷൻ സ്വിച്ച് അത് മാത്രമായിട്ട് നമുക്ക് ഐറ്റം വന്നില്ല. സെറ്റായിട്ടാണ് വരാം. കമ്പനി ഐറ്റം വരുമ്പോൾ കിറ്റായിട്ട് വരുള്ളൂ. ഏകദേശം ഒരു 1000-1200 അതിന് ചിലവുണ്ട്. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ എഞ്ചിൻ ഓഫ് ചെയ്യണ പോലത്തെ ഒരു സ്വിച്ച് സെപ്പറേറ്റ് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അത് വേണമെങ്കിൽ തൽക്കാലം ആ രീതിയിൽ വേണമെങ്കിൽ കണക്ട് സെറ്റ് ചെയ്യാം. ആ വണ്ടി ഓൺ ചെയ്ത് ഓഫ് ചെയ്യാനായിട്ട് വേറെ മാർഗ്ഗമില്ല. താക്കോലിട്ടായാലും കറക്റ്റ് ആവില്ല. കാരണം ഇഗ്നിഷൻ സ്വിച്ച് ഉള്ളിൽ നിന്ന് എൻ്റെ കോൺടാക്റ്റ് പോയാൽ ദ്രവിച്ചു പോയിട്ടുണ്ട്. അതാണ് സംഭവിച്ചതെന്ന് വെച്ചിട്ട്. അപ്പോൾ നിലവിൽ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി. ഇപ്പോൾ ഇഗ്നിഷൻ സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്, ബാറ്ററി കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ബാറ്ററിക്ക് പകരം കൺവെർട്ടർ വെച്ച് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇഗ്നിഷൻ സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞുണ്ട്. പിന്നെ ഈ ടാങ്ക് ബാഗ് മൊത്തം പൊട്ടി ഇതൊക്കെ ആയിട്ട് കിടക്കുന്നതാണ്. പിന്നെ വണ്ടി വാട്ടർ സർവീസും ചെയ്യാനുണ്ട്. ഇത്രയും കേസാണ് ഇനി ചെയ്യാനുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞോളൂ. അപ്പോൾ നാളെ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാഷിംഗ് അടക്കം കഴിഞ്ഞിട്ട് നാളെ വണ്ടി ഡെലിവറി ചെയ്യുന്ന രീതിയിൽ സെറ്റ് ആക്കാം. ഓക്കെ.